ലക്ഷറി ആയിട്ട് നമുക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ഗോൾഡ്. സോ വി ഓൾ നോ ഗോൾഡ് ഇസ് ലക്ഷറിയസ്. സോ വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഡബിൾ ഷെയ്ഡ് വിത്ത് ഗോൾഡൻ ടിഷ്യൂ. അപ്പോൾ ഗോൾഡൻ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഗോൾഡിൻ്റെ കൂടെ നല്ല രസമുള്ള ഒരു മജന്തയുടെ ഡബിൾ ഷെയ്ഡും കൂടെ വന്നിട്ടുള്ള ഒരു ടോണാണ്. പക്ഷെ അതിനകത്ത് കൂടുതലായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഗോൾഡ് തന്നെയാണ് കേട്ടോ. ആൻഡ് എ ബ്യൂട്ടിഫുൾ ബ്രൊക്കേഡ് ബ്ലൗസ് ആസ് വെൽ പാഡ് വിത്ത് ദിസ് വൺ ആൻഡ് ഓൺലി അറ്റ് 299 റേഞ്ച്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെഡിങ് ലുക്ക്, ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള ബനാറസി വീവിങ് പാറ്റേൺ ആണ് ഫുള്ള് വന്നിരിക്കുന്നത്. ആൻഡ് നല്ല രസമുള്ള ഒരു ബനാറസി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. അത് കുറച്ചൊരു കണ്ടംപററി ആയിട്ടുള്ള ബനാറസി പാറ്റേൺസ് ആണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ക്ലോസർ ടു ദി ബോർഡർ പാറ്റേൺ യു ക്യാൻ സീ ഇറ്റ്സ് വെരി ഇൻട്രിക്കേറ്റ് ആൻഡ് ഭയങ്കര രസമായിട്ട് നമ്മളെപ്പോഴും കാണുന്ന ബനാറസി ഡിസൈൻസിനെ കുറച്ചും കൂടി ഒന്ന് മാറ്റങ്ങളൊക്കെ വരുത്തിയതാണ് ഞാൻ കണ്ടംപററി എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ലോങ് ഗോബിയാണ് അതിൻ്റെ അകത്ത് ആ ഒരു ഇന്നർ എഡ്ജിൽ വന്നിരിക്കുന്നത്. ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു ഗോൾഡിൻ്റെ കൂടെ തന്നെ ഒരു ക്രീമി വൈറ്റ്, അപ്പോൾ ഒരു ലൈറ്റ് സിൽവറി ടോൺ അവിടെ വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. അകത്ത് ലൂപ്സ് ഒന്നും വരത്തില്ല. നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് കൊടുക്കാം. കൊണ്ടുവലിയാൻ പാകത്തിന് അതിനകത്തൊന്നും വരുന്നില്ല. പവലൂമിൽ ചെയ്തിരിക്കുന്ന സാരീസ് ആയതുകൊണ്ട് കട്ട് എഡ്ജാണ് ഇതിൻ്റെ അകത്ത് മോട്ടീവ്സിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതും ഒരു ട്രഡീഷണൽ മോട്ടീവ് തന്നെയാണ് കേട്ടോ, ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ്. പക്ഷെ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നും അതൊരു പോൾക്കാ ഡോട്ട് ഡിസൈൻ ആണെന്ന് തോന്നുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് പല്ലു ഒരു നമ്മൾ മെടഞ്ഞെടുത്തൊക്കത്തിലെ ബാസ്ക്കറ്റ്സ് ഒക്കെ അതുപോലത്തെ ഉള്ള ഒരു ഫീലാണ് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക്. ആക്ച്വലി അതൊരു റെക്റ്റാങ്കുലർ പാറ്റേണാണ് വന്നിരിക്കുന്നത്. ആൻഡ് അത് തന്നെയാണ് നമുക്ക് ബ്ലൗസും വന്നിരിക്കുന്ന പാറ്റേൺ കേട്ടോ. ഇത് തന്നെയാണ് ബ്ലൗസിൻ്റെ പാറ്റേൺ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ബ്രൊക്കേറ്റ് ഡിസൈനിലുമാണ് ചെയ്തിരിക്കുന്നത്. NN115 എന്ന കോഡിലാണ് ഇത് കറൻ്റ്ലി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് NNൻ്റെ തന്നെ 116ഉം 114ഉം ആയിട്ട് പിങ്ക് ടിഷ്യൂവിൽ വരുന്നത് വേറെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ചെക്ക് ദാറ്റ് വൺ ഓൾസോ ഔട്ട്. I think this is the most grand looking feel. കാരണം ആ ഒരു ഗോൾഡൻ ടോൺ അതിനകത്ത് വന്നിരിക്കുന്ന കാരണം തന്നെയാണ്. ആൻഡ് ഭയങ്കര ട്രാൻസ്പെറൻസി ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇത്രയും ഒക്കെയുള്ള ഒരു ഇതേ വരുന്നുള്ളൂ. ലൈറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ടിഷ്യൂവിൻ്റെതായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ അവിടെ വരുന്നത് കൊണ്ടാണ് ട്രാൻസ്പെറൻസി നമുക്ക് വളരെ കുറവായിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഒരു ലെയർ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ഇടാനും പറ്റും. പ്രിൻസസ് കട്ടിലൊക്കെ നല്ല നീറ്റായിട്ടുള്ള ഒരു ബ്ലൗസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ട് അത് വെയർ ചെയ്യാനും പറ്റും കേട്ടോ. സോ ചെക്ക് ഇറ്റ് ഔട്ട്. NN115 പ്രൈസ്ഡ് അറ്റ് 299. പ്രിൻറ്റഡ് സെമീറ്റസ് സാരി വിത്ത് എംബ്രോയിഡേർഡ് ബോർഡർ. ബോർഡർ ലുക്ക് വന്നിരിക്കുന്നത് ഒരു കച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനിലാണ് വിത്ത് ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള എഡ്ജ് ഫിനിഷിങ്. നമുക്ക് നല്ല 4 ഡാർക്ക് ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തെല്ലാം ബോർഡർ പാറ്റേൺ ബോഡി കളറിൻ്റെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടോണിലാണ് വന്നിരിക്കുന്നത്. ബോഡി ഫുള്ളായിട്ട് ഞാൻ ഉടുത്തേക്കുന്ന ആ ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ക്രാക്ഡ് ഇഫക്റ്റ് വന്നിട്ടുള്ള ഒരു പ്രിൻറ്റ്, ബേസ് പ്രിൻറ്റ് നമുക്ക് അധികമായിട്ട് അറിയാൻ പറ്റണില്ല. പക്ഷേ ഇറ്റ്സ് ഓൾസോ ദെയർ ഇൻ ദിസ് വൺ. ആൻഡ് ഫ്ലോറൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ. അത് ബോഡിയിൽ നമ്മുടെ ബോർഡറിൻ്റെ ഷെയ്ഡ് വന്നിട്ടില്ല, ആ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലോറൽ ഡിസൈൻസ്. അതിനകത്തൊരു ലൈറ്റ് ആയിട്ടുള്ള അതൊരു സ്കാറ്ററാണ്. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് വൈൻ സ്കാറ്റേർഡ് വിത്ത് ഫ്ലോറൽ ബഞ്ചസ് ഹിയർ ആൻഡ് ദെയർ. നല്ല രസമായിട്ടുള്ള വന്നിരിക്കുന്ന പ്രിൻ്റ് ഡിസൈൻ ഒക്കേഷണൽ വെയറിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2899 റേഞ്ചിൽ വന്നിരിക്കുന്ന സെമി ടസർ സാരി. അപ്പോൾ കച്ച് ഇൻസ്പയർഡ് ആയിട്ട്, കച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് വി ഡെഫിനറ്റ്ലി ഹാവ് മിറർ ഡീറ്റെയിലിംഗ്. അപ്പോൾ മിറർ ഡീറ്റെയിലിംഗ് ഇതിനകത്ത് ഫിലിം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് ക്രോഷ്യ അല്ല, ഇതിൻ്റെ ഒരു ഡിസൈനാണ് നമ്മൾ അതിനകത്ത് നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ എംബ്രോയിഡറി വെച്ചിട്ടാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് ഇസ് നീറ്റ്ലി ഫിനിഷ്ഡ് ആൻഡ് ദെൻ വി ക്യാൻ സീ ദറ്റ് ലൈറ്റ് ടെക്സ്ചർ ഇൻ ദിസ് വൺ. വീവ് പാറ്റേണിൽ തന്നെയാണ് ആ ടെക്സ്ചർ വന്നിരിക്കുന്നത്. ഡിജിറ്റൽ സബ്ലിമേഷൻ പ്രിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് സിമിലർ ടു ഡിജിറ്റൽ പ്രിൻറ്റ് ആൻഡ് ഇറ്റ്സ് ബേസിക്കലി എ ട്രാൻസ്ഫർ ടെക്നീക്ക്. ആൻഡ് പല്ലൂലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഡീറ്റെയിലിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബോർഡർ പാറ്റേൺ അവിടെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ഷെയ്ഡ്സ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. BLDയുടെ കോഡിലാണത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ദിസ് വാസ് ബ്രൗൺ ആൻഡ് പേജ് കോമ്പിനേഷൻ. ആൻഡ് ദെൻ വി ഹാവ് എ പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. ആൻഡ് അതിൻ്റെ ലൈറ്റായിട്ട് നമുക്കതൊരു ടീൽ ടോണിലോട്ട് പോയിട്ടുണ്ട്, ഒരു പേസ്റ്റൽ ടീൽ ടോണിലോട്ട്. BLD 243 എന്ന കോഡിലാണത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്, ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളൊരു ലുക്ക്. അപ്പോൾ രണ്ട് സൈഡിലെയും ബോർഡർ ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട്
ആ ഒരു ക്രാക്ഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ വന്നിട്ടില്ലേ സാരിയുടെ, അതുപോലെ തന്നെ ആ ഒരു ബേസ് ടെക്സ്ചർ നമുക്ക് ഇതിൻ്റെ അകത്ത്. ബ്ലൗസ് ലൈറ്റ് നമ്മുടെ ദുപ്പട്ട ബോർഡറിൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട്. ആൻഡ് ക്ലോസ് ടു ബോർഡർ വി ഡോണ്ട് ഹാവ് ദാറ്റ് പ്രിൻറ്റ് ആസ് വെൽ. അത് അപ്പോൾ ക്ലോസ് ടു ബോർഡർ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലുക്കിൻ്റെ അകത്ത് വരും. സോ ദിസ് ഇസ് ദി ലുക്ക്. എല്ലാത്തിൻ്റെ അകത്തും ബേജ് ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ക്രീമി ബേജ് ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ ബോഡി കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വന്നിരിക്കുന്ന ലേസ് ഡീറ്റെയിൽ ആണ് എഡ്ജ് ഫിനിഷിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് സാരിയാണ്, വെയിറ്റ് ഇല്ല കേട്ടോ. നമുക്ക് പിന്നെ ഈ ഒരു പ്രിൻറ്റഡ് ലുക്ക് ആയതുകൊണ്ടും ആ ഒരു ഡാർക്ക് ടോൺ ആയതുകൊണ്ടും നമുക്കതിനകത്ത് ഒരു ലൈറ്റ് വീവിങ് ടെക്സ്ചർ ആണെങ്കിൽ പോലും നമുക്കതിനകത്ത് ഭയങ്കര ഒരു ട്രാൻസ്പെറൻസി തോന്നില്ല. അപ്പോൾ 2899 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷൻ. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. അപ്പോൾ ആ ഒരു ലൈറ്റ് കളറ് കഴിഞ്ഞിട്ട് മുകളിലോട്ട് നമുക്ക് ആ ഒരു എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ആണ് എൻ്റെ നെക്സ്റ്റ് ലുക്ക്. So this is like a burgundy and a light pink combination. This is the blouse. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിനകത്ത് ആ ഒരു ക്രീം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ക്രീമി ബേസ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ബ്ലൗസാണ് വെയർ ചെയ്തിരിക്കുന്നത്. അതാണ് എൻ്റെ ലുക്ക്. ആൻഡ് ദിസ് ഇസ് ദി ബോഡി. വെയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് ഈസി ആയിട്ട് പ്ലീറ്റ്സ് എടുക്കാം കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ കൺവീനിയൻ്റ് ആണ്. നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട. ഇറ്റ് വിൽ ഫാൾ ഇൻ ടു പ്ലേസ്. എനിക്ക് സാരീസ് നോക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഉടുക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഉടുക്കുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദാറ്റ് ദ പ്ലീറ്റ്സ് ഫാൾ ഇൻ ടു പ്ലേസ് ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി ഇൻകൺവീനിയൻറ്റ് ടു ഡ്രേപ്പ് ഇറ്റ്. സോ ദിസ് ഇസ് എ ഗുഡ് സാരി. ആൻഡ് ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മിറർ ലൈക്ക് ലുക്ക്, ആ ഒരു ഷിമർ അവിടെ വരുന്നത് കൊണ്ടും നമുക്കൊരു ആ ഒരു ലൈറ്റ് പാർട്ടി വെയർ ലുക്ക് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദെൻ വി ഹാവ് നേവി ബ്ലൂ ആൻഡ് എ ലൈറ്റ് സ്കൈ ബ്ലൂ സ്റ്റോൺ. ഇതാണ് എൻ്റെ വെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ലുക്ക് വരുന്നത്. In 4 pretty shades in dark tones, BLD 243, priced at 2899. ഇത് നമുക്ക് കുറച്ച് ചന്തേരി സൽവാർ സെറ്റ്സ് കാണാം കേട്ടോ. അതും ചെക്ക് പാറ്റേണിൽ സെറി ഡീറ്റെയിലിങ്ങും കൂടെ വന്നിരിക്കുന്നത്. പക്ഷെ ഭയങ്കര സട്ടിലായിട്ടാട്ടോ വന്നിരിക്കുന്നത്. നല്ല കളർ പാലറ്റാണ്, സട്ടിൽ കളർ പാലറ്റാണ്, ഫുള്ള് ഷെയ്ഡ്സ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ടോപ്പിൻ്റെ ഷെയ്ഡായിട്ട് തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബോട്ടമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കോട്ടൺസ് പോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസാണ് ചന്തേരി. ഇപ്പോൾ സിൽക്ക് ചന്തേരിക്കകത്ത് ഈ ഒരു സെറി ചെക്സോട് കൂടി വന്നിരിക്കുന്ന കളക്ഷൻ. ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് ബോട്ടം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബേസ് കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അതിനകത്ത് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഗുഡ് ക്വാളിറ്റി കോട്ടണിലാണ് കേട്ടോ വരിക. സോ ദിസ് ഇസ് ദി ലുക്ക്. നല്ല ലോങ് ആയിട്ടൊക്കെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും. ഫസ്റ്റ് കോമ്പിനേഷൻ ലാവൻഡറിൻ്റെ കൂടെ ഒരു ടീൽ ടോൺ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ദെൻ വി ഹാവ് ഈ ഒരു ഷെയ്ഡ് ടീൽ ടോണിൻ്റെ കൂടെ നമുക്കതിനകത്ത് യെല്ലോ ആണ് വന്നിരിക്കുന്നത്. സ്ക്രീൻ പ്രിൻറ്റിൽ ചെയ്തേക്കുന്ന ഡിസൈനാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു സിഗ്സാഗ് പാറ്റേൺ ആണെങ്കിൽ കൂടുതൽ ജോമെട്രിക് ഫീൽ തന്നെയാണ് വന്നിരിക്കുന്നത് കൂടുതലും. എന്നാലും നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ജോമെട്രിക് ആയിട്ട് തോന്നില്ല ബിക്കോസ് ഓഫ് ദി ഫ്ലോറൽ ഡിസൈൻ. നമ്മുടെ ഇന്ത്യൻ ടൈൽ പാറ്റേണിലൊക്കെ വരുന്ന പോലത്തെ മുഗൾ ആർക്കിടെക്ചറിലൊക്കെ വരത്തില്ലേ, അതുപോലത്തെ ഉള്ള ഒരു ഡിസൈനാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് വിത്ത് സിഗ്സാഗ്. ആൻഡ് ടോപ്പിൽ നമുക്ക് വളരെ കുഞ്ഞായിട്ട് തന്നെ വന്നിരിക്കുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അതിനകത്ത് ആ ഒരു പ്രിൻ്റഡ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ഷെയ്ഡ്. And then we have a beautiful blue tone with pink. കുറച്ചൊരു ഗ്രേഷ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആണ് എൻ്റെ അപ്പോൾ പ്രിൻറ്റിൻ്റെ ഡിറക്ഷൻ ഇതാണ്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട വെരി നൈസ്. നല്ലൊരു സോഫ്റ്റ് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാട്ടോ. നമുക്ക് ഷിഫോൺ ദുപ്പട്ടാസ് പലരും പ്രിഫർ ചെയ്യുക എന്നുള്ളത് നമുക്ക് അതിന് ക്യാരി ചെയ്യാനുള്ള ഒരു ഈസാണ്. പക്ഷെ അതുപോലെ തന്നെ ഈസിയാണ് ഈ ഒരു ദുപ്പട്ട ക്യാരി ചെയ്യാൻ. ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഫീലാണ്. അതിനകത്ത് നമുക്ക് കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതാണ് എൻ്റെ ബോട്ടത്തിൻ്റെ കളർ വരുന്നത്. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ടുവേർഡ്സ് ഒരു ഗ്രേ ടിൻ്റെനകത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട കോമ്പിനേഷൻ്റെ റിവേഴ്സാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. SMC 120 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 4099.
99. ഇതാണ് ദുപ്പട്ട. അതിൻ്റെ ഒരു ബോർഡർ പാറ്റേണും ഒക്കെ നല്ല ഭംഗിയായിട്ടാട്ടോ വന്നിരിക്കുന്നത്, ഒരു ടെക്സ്ചേർഡ് ഫീലിൽ ആൻഡ് ഒരു ഡാർക്കർ ആൻഡ് ലൈറ്റർ ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ കൊടുത്തിട്ട് വിത്ത് തിൻ ജറി ബോർഡർ. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതും നല്ല ഭയങ്കര രസമുള്ള ഒരു സട്ടിൽ കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് വിത്ത് ജെറി ചെക്സ്. അപ്പോൾ നമുക്ക് ബോഡി ഫുള്ളായിട്ട് ജെറി ചെക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും നല്ലൊരു കളക്ഷനാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലുക്കാണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.